ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് കെയിൽ ഒന്നാം സ്ഥാനം ലക്ഷ്യമിട്ടിറങ്ങിയ പോർച്ചുഗൽ കൊളംബിയയോട് സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമിനും നിശ്ചിത സമയത്ത് ഗോളുകളൊന്നും നേടാനായില്ല. ഇതോടെ ഗ്രൂപ്പിൽ നിന്നും ഒന്നാം സ്ഥാനക്കാരായി കൊളംബിയയ്ക്കും രണ്ടാം സ്ഥാനക്കാരായി പോർച്ചുഗലിനും നോക്കൌട്ടിൽ കടന്നു. മത്സരത്തിലുടനീളം കൊളംബിയയാണ് ആധിപത്യം പുലർത്തിയത്. ഇഞ്ചുറി സമയത്ത് കൊളംബിയയ്ക്കായി ഡെവിൻസൺ സാഞ്ചസ് ഗോൾ നേടിയെങ്കിലും വാർ പരിശോധനയിൽ ഓഫ് സൈഡ് വിധിച്ച് ഗോൾ റദ്ദാക്കി. മത്സരത്തെക്കുറിച്ച് പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ച് സുബിൻ പാവൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഗ്രൂപ്പ് കെയിൽ നടന്ന അവസാന റൗണ്ട് മത്സരങ്ങൾ പോർച്ചുഗൽ കൊളംബിയയെ നേരിട്ടു. അതുപോലെ തന്നെ കോങ്കോ ഉസ്ബെക്കിസ്ഥാനെ നേരിട്ടു. പോർച്ചുഗലിന് കൊളംബിയയോട് ഒരു സമനില വഴങ്ങേണ്ടി വന്നു. ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്യേണ്ട അവസ്ഥയിലേക്കും എത്തി. അതുപോലെ തന്നെ കൊളംബിയ 2 വിജയവും ഒരു സമനിലയോടും കൂടി ഗ്രൂപ്പിലെ ചാമ്പ്യന്മാരാവുകയും ചെയ്തു. മറുവശത്ത് കോങ്കോ 3-1 ഈ വിജയത്തോടു കൂടി ഒരു സമനിലയും പോർച്ചുഗൽ നേടിയ സമനിലയും 3-1 ഉസ്ബെക്കിസ്ഥാനോടുള്ള വിജയത്തോടു കൂടിയും അവരും റൗണ്ട് ഓഫ് 32ലേക്ക് കടന്നു. അങ്ങനെ 3 ടീമുകൾ ഗ്രൂപ്പ് കെയിൽ നിന്ന് കൊളംബിയ, രണ്ടാമതായി പോർച്ചുഗൽ, കോങ്കോ 3 ടീമുകൾ റൗണ്ട് ഓഫ് 32ലേക്ക് കടക്കുകയും ചെയ്തു. പോർച്ചുഗൽ വാസ് കൊളംബിയ മത്സരത്തിലേക്ക് വന്നാൽ ഇരു ടീമുകൾക്കും ഗോളുകൾ നേടാൻ സാധിച്ചില്ല. സൂപ്പർ താരങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോ, അതുപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസ്, ജോവാ ഫെലിക്സ്, അതുപോലെ തന്നെ പിന്നേറ്റ നിരയിലേക്ക് നോക്കിയാൽ റൂബൻ ദിയാസ് ഉണ്ടായിരുന്നു, ഡിയോഗോ കോസ്റ്റ ഗോൾ വലയം കാത്തു. എന്നിട്ട് പോലും നല്ലൊരു പ്രകടനം ഇന്നത്തെ മത്സരത്തിൽ കൊളംബിയയോട് പോർച്ചുഗലിന് പുറത്തെടുക്കാൻ സാധിച്ചില്ല. മത്സരത്തിൽ സ്റ്റാറ്റ്സ് നോക്കിയാൽ തന്നെ ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ 26 ഷോട്ടുകൾ കൊളംബിയ കളിച്ചു. അതിൽ നിന്ന് തന്നെ 6 ഷോട്ടുകൾക്ക് അവർ ഓൺ ടാർഗറ്റിൽ എത്തിക്കാൻ സാധിച്ചു. മറുവശത്ത് പോർച്ചുഗൽ ആകട്ടെ വെറും 13 ഷോട്ടുകളാണ് കളിച്ചത്. അവർക്ക് വെറും 2 ഷോട്ടുകളുമാണ്. ഇത്രയും വലിയ നല്ലൊരു നിരയുണ്ടായിട്ട് പോലും വെറും 2 ഷോട്ടുകൾ മാത്രമാണ് ഓൺ ടാർഗറ്റിൽ എത്തിക്കാൻ സാധിച്ചത്. ആദ്യ പകുതി എടുത്തു നോക്കിയാൽ തന്നെ അതുപടി വലിയ മുന്നേറ്റങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല. ഒരു ഫ്രീ കിക്ക് ഉണ്ടായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ചില മുന്നേറ്റങ്ങൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും ഇന്ന് കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. രണ്ടാം പകുതിയിലേക്ക് വന്നാൽ കൊളംബിയയുടെ ഒരു ആധിപത്യം തന്നെയായിരുന്നു രണ്ടാം പകുതിയിൽ. അവരുടെ സാന്റിയാഗോ ഏരിയാസ് ഡിഫെൻസീവിൽ മിഡ്ഫീൽഡിലും ആയി നല്ലൊരു പ്രകടനം സാന്റിയാഗോ ഏരിയാസ് കാണിച്ചു. റോഡ്രിഗോസ്, അതുപോലെ തന്നെ പകരക്കാരനായി ഇറങ്ങിയ ലൂയിസ് സുവാരസ് സ്പോർട്ടിങ്ങിന്റെ താരമാണ്. പോർച്ചുഗൽ ക്ലബ്ബ് സ്പോർട്ടിങ്ങിന്റെ താരമായ ലൂയിസ് സുവാരസിന്റെ ഒരു നല്ല പ്രകടനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റിച്ചാർഡോ റിയാസും 60-ാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ റിച്ചാർഡോ റിയാസ് കൊളംബിയയുടെ, അദ്ദേഹവും പോർച്ചുഗീസ് ക്ലബ്ബ് ബെൻഫിക്കയ്ക്ക് വേണ്ടി കളിക്കുന്ന താരങ്ങളാണ്. ഇവരുടെയൊക്കെ പെർഫോമൻസ് കൊണ്ട് തന്നെ നന്നായി ആക്രമിച്ച് കളിക്കുന്ന, കളിയിൽ ആധിപത്യം പുലർത്തുന്ന ഒരു കൊളംബിയയാണ് ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. പുലർച്ചെ മത്സരത്തിൽ മറുവശത്ത് റാഫേലിയോയുടെ രണ്ടാം പകുതിയുടെ അവസാനത്തിൽ റാഫേലിയോ ഇടത് വിങ്ങിലൂടെ നടത്തുന്ന മനോഹരമായ നീക്കങ്ങൾ ഉണ്ടായിരുന്നു പോർച്ചുഗലിന് വേണ്ടി. അതുപോലെ തന്നെ അദ്ദേഹം നല്ലൊരു അറ്റംപ്റ്റ് നടത്തി ഒരു ഗോൾ എന്ന് തോന്നിക്കുന്ന ഒരു ഷോട്ട് പോസ്റ്റിന് വെളിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടായി റാഫേലിയോയുടെ ഭാഗത്ത്. അതുപോലെ തന്നെ ഈ മത്സരത്തിൽ ഒരു ഗോൾ ഒരു ഫിനിഷിംഗ് ഉണ്ടായിരുന്നു. ഗോളിലേക്കുള്ള ഒരു ഫിനിഷിംഗ് ഉണ്ടായിരുന്നു. അവരുടെ ഡേവിസൺ സാഞ്ചസ് പറയുന്ന പ്ലെയർ കൊളംബിയയുടെ ഒരു അതിമനോഹരമായ ഹെഡറിലൂടെ ഒരു ഫിനിഷിംഗ് നടത്തി. പക്ഷെ അത് ഗോൾ ഡിസലൗഡ് ചെയ്തു. വാറിലൂടെ ഗോൾ ഡിസലൗഡ് ചെയ്യുന്ന കാഴ്ചയും കണ്ടു. അങ്ങനെ മത്സരത്തിൽ സമനിലയിൽ കുരുങ്ങിയതോടെ പോർച്ചുഗൽ രണ്ടാം സ്ഥാനക്കാരായി അടുത്ത മത്സരത്തിൽ ക്രൊയേഷ്യയോട് നേരിടേണ്ടി വരുമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഗാനയോടായിരിക്കും കൊളംബിയയുടെ അടുത്ത മത്സരം റൗണ്ട് ഓഫ് 32. ഇനി മറ്റൊരു മത്സരത്തിൽ കോങ്കോ ഉസ്ബെക്കിസ്ഥാനെ 3-1 പരാജയപ്പെടുത്തത്. അവർക്ക് വേണ്ടി യോനെ വിസ 68-ാം മിനിറ്റിലും 90+1 മിനിറ്റിലും ഒരു പെനാൾട്ടിയിലൂടെ 90+1 മിനിറ്റിലും ഗോൾ നേടി. അതുപോലെ തന്നെ വിസ്റ്റൺ മയേലി എന്ന് പറയുന്ന അവരുടെ താരം 78-ാം മിനിറ്റിലും ഗോൾ നേടി. ഈ 3 ഗോളുകളുടെ ഫലത്തിൽ 3-1 വിജയിച്ചു ഉസ്ബെക്കിസ്ഥാനെതിരെ. 3-1 വിജയിച്ച് അവരും റൗണ്ട് ഓഫ് 32ലേക്ക് കടന്ന് ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടുന്ന ഒരു രീതിയിലേക്കും എത്തി.